ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽക്കപ്പയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ കപ്പ കഴുകി വൃത്തിയാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, നികക്ക വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വേവിക്കുക. ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പാൽക്കപ്പയ്ക്ക് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി. സാധാരണ ചെറിയുള്ളിയാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ നമ്മുടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കപ്പ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കപ്പയ്ക്ക് കുറച്ച് വേവുള്ള കപ്പയാണ്, അതുകൊണ്ടാണ് കുറച്ച് താമസം വേവാൻ. നമ്മുടെ കപ്പ വെന്തോന്ന് നോക്കാം. ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ വെച്ചിട്ട്. ഈ കപ്പയ്ക്ക് കുറച്ച് വേവുള്ളതും കൊണ്ട് ആണ് സ്റ്റില്ല് അത്ര നന്നായിട്ട് വെന്തിട്ടില്ല. ഒരു 5 more മിനിറ്റ്സും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതിനെ ഊറ്റിയെടുക്കാൻ പോകണം. വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വരാവേ. ഇതിനകത്തോട്ട് ഞാൻ ഈ ചതച്ച് വെച്ച സാധനങ്ങളിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതോടൊപ്പം ഈ കപ്പ കുറച്ച് നമുക്ക് പൊടിയത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ കപ്പ ഞാൻ ഒരുവിധം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇത് ഞാനിവിടെ തേങ്ങാപ്പാൽ, ഇത് റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ്. അത് ഞാൻ ഇത് ഒരു കപ്പിൻ്റെ അകത്തുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മീഡിയത്തിലിട്ടിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പം കപ്പ ഒരുവിധം ഇതായിട്ടുണ്ട്, കുഴഞ്ഞിട്ടുണ്ട്, എല്ലാം ഒരു കുറുകിയിട്ടുണ്ട്. ഒരു കാണാനൊക്കെ ഒരു ടെക്സ്ചർ നന്നായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ വേറൊരു പാനിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട്, ഇത് കാച്ചാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണിത്. ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള, പത്തലമുളക്, പിന്നെ കരിയാപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് കാച്ചി ഇതിൻ്റെ അകത്തോട്ട് താളിക്കണം. കരിയാപ്പില ഇട്ട് ഉള്ളി ഇട്ടു. ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫ് ചെയ്ത് അതിനകത്തോട്ട് മാറ്റുക. ഇതിപ്പോൾ കപ്പയിലിട്ടിട്ട് ഇളക്കണം. ഇനി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ പറയാം എങ്ങനെയുണ്ടെന്ന്. ഏതാണ് നമുക്ക് ഇളക്കി ഇതിപ്പം കാണാൻ ഈ പരുവൊക്കെ ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പാൽക്കപ്പ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.